നമസ്കാരം. സാമൂഹ്യപാഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സന്തോഷകരമായ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഏതാണ്ട് 2030 ലോകത്ത് ഏറ്റവും അധികം ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്നത് മനസ്സിനെ സംബന്ധിച്ച മനഃശാസ്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്തുകൊണ്ടാണ് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുടെ നമ്പർ ഇങ്ങനെ കൂടി വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന വലുതും ചെറുതുമായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് തിരിച്ചറിയുകയോ അതിനുവേണ്ട ചികിത്സ എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നാടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട്, വെടികൊണ്ട വെരുകിനെ പോലെ ഓടുക എന്ന്. ഏത് കാര്യത്തിന് പിന്നിലും റെസ്റ്റ്ലെസ് ആയിട്ട് അക്ഷീർണമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിക്കാനാണ് ആ പ്രയോഗം ഉപയോഗിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ആളുകൾ കരുതുന്നത് ഇതൊരു നല്ല കാര്യമാണ് എന്നാണ്. അർപ്പണ ബുദ്ധിയായിട്ടോ അല്ലെങ്കിൽ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയായിട്ടോ ഒക്കെ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ മനഃശാസ്ത്രപരമായ ഒരു വശമുണ്ട്. ഇതിനെ കുറിക്കാൻ വേണ്ടി ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് മനഃശാസ്ത്രം പറയാറുണ്ട്. എന്താണ് ഈ ADHD? എന്തൊക്കെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? നമുക്കെല്ലാം ഇന്ന് സാമൂഹ്യ പാഠത്തിലൂടെ വിശദമായി തന്നെ അറിയാം. അതിനിന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് പ്രമുഖ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ സാഗർ ടി ആണ്. വളരെ സ്നേഹത്തോടെ സാറിനെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമുക്ക് ആദ്യം തന്നെ ഈ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു സൈക്യാട്രിസ്റ്റാണ്. ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വളരെ പ്രധാനപ്പെട്ട ഒരു ലഘുവായ ഒരു മാനസികാരോഗ്യ പ്രശ്നമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണ ഇത് കുട്ടികളിലാണത് കണ്ട് തുടങ്ങുന്നത്. ഏതാണ്ട് 6 വയസ്സിൽ താഴെയുള്ള ഒരു പ്രായത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. കുട്ടികളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമെന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് പറയാൻ പറ്റും. അതിലൊന്ന് ഒരു ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാൻ പറ്റാതെ വരിക. അശ്രദ്ധ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് മാറും. അതിനോട് ആൾക്കാർക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ തന്നെ അവർക്ക് ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്ന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ, അധികമായ രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നില്ല അവർക്ക്. പിന്നെ ഇതിനോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, അവരുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ. അതിൽ ഇൻഅറ്റൻഷൻ പാർട്ടുണ്ട്, രണ്ടാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി പാർട്ടുമുണ്ട്. ഡോക്ടർ, ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഈ ADHD പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക? അതിൻ്റെ നമുക്ക് ഏത് കാര്യത്തിനും ഒരു ജനറ്റിക് ഒരു കാരണം, ജനിതകമായ കാരണം നമുക്ക് പറയാൻ പറ്റും. ശരി. ഇപ്പോൾ കുടുംബങ്ങളിൽ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മുടെ തലച്ചോറിലെ രാസതന്മാത്രകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാരണം ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ പല കാരണങ്ങളിലൊന്ന് ഒരു പക്ഷേ നേരത്തെ, അതായത് മാസം തികയും മുമ്പേ ഉണ്ടാകുന്ന പ്രസവങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു 37 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ഒരു കുട്ടിയെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക്, അതുപോലെ ലോ ബർത്ത് വെയ്റ്റ്, അതായത് ജനിക്കുമ്പോൾ സാധാരണ ഉണ്ടാകേണ്ട ഭാരം, തൂക്കമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കുട്ടികളെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അത് മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക് നമുക്കത് ഒരു പക്ഷേ വന്നേക്കാം. അതല്ല, സ്കൂളുകളിൽ അധ്യാപകർ, കുട്ടികളായിരിക്കുന്ന അധ്യാപകർക്കിത് നിരീക്ഷിക്കാനും ഇത് നേരത്തെ കണ്ടെത്താനും കഴിയുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചു. ഒന്ന് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്, 2 ശ്രദ്ധക്കുറവ് കുട്ടികളിൽ സംഭവിക്കുന്നത്. ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധക്കുറവ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് പലരും പറയാറുള്ളത്. സ്കൂളിലൊക്കെ ആണെങ്കിലും കുട്ടി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും, ടീച്ചർമാരാണെങ്കിലും വീട്ടിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധക്കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് ADHD ആണോ എന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ കുട്ടിക്ക് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അത് നേരിട്ട് പറയാൻ പറ്റുന്ന
അത്രയും വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഉണ്ടാവാം, ചെറിയ കുട്ടികൾ മുതൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോവുകയും അത് എങ്ങനെയാണത് ഈ ADHD ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കണം? അതെ, പലപ്പോഴും ഈ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്ന കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് പലർക്കും ഈ ADHD ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കാത്ത, അശ്രദ്ധമായിരിക്കുന്ന, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ ഈസിലി ഡിസ്ട്രാക്റ്റബിളാണ് ഇത്തരം കുട്ടികൾ. മറ്റു പലതിലേക്ക് അവരുടെ ശ്രദ്ധ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരേ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള ആ ഒരു കഴിവ് അവർക്ക് ഇല്ല. അവരുടെ ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. പിന്നെ അതുപോലെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. ക്ലാസ്സിലാണെങ്കിലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പല കുട്ടികളും ക്ലാസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വസ്ഥമായിരിക്കാൻ അവർക്ക് കഴിയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് അവർ എടുത്തു ചാടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വരുംവരായികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും ഇത്തരം കുട്ടികൾ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ പ്രയാസങ്ങളുള്ള കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ സ്കൂൾ കൗൺസിലേഴ്സുണ്ട്, അതുപോലെ പരിശീലനം ലഭിച്ച അധ്യാപകരുണ്ട്. മിക്ക സ്കൂളുകളിലെ അധ്യാപകർക്ക് സർക്കാർ തന്നെയും പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അതുപോലെ സ്കൂളുകളിൽ സ്കൂൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ പങ്കെടുത്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുവാൻ കഴിയും. അതുപോലെ അടുത്തുള്ള മാനസികാരോഗ്യ ക്ലിനിക്കുകളിലേക്കും മറ്റും ഇവരെ റെഫർ ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായും തുടക്കത്തിൽ തന്നെ, നേരത്തെ സൂചിപ്പിച്ച തുടക്കത്തിൽ തന്നെ ഇത്തരം കുട്ടികളെ കണ്ടെത്താനും ഇടപെടൽ നടത്താനും സാധിച്ചാൽ ഇതുമൂലം ഉണ്ടാകുന്ന മറ്റ് വൈഷമ്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. ശരി ഡോക്ടർ. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാരണത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി, ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ഏറ്റവും നമ്മൾ ചലനാത്മകമായിട്ടുള്ളൊരു സ്വഭാവം കുട്ടികളുടെ ആ പ്രായത്തിൽ, വളർച്ചയുടെ പ്രായത്തിൽ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ ചുറുചുറുക്കോ അല്ലെങ്കിൽ അവർ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന കുട്ടികൾക്കാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മൾ പൊതുവെ കരുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹൈപ്പർ ആക്റ്റീവ് ആണോ അതോ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും നോർമലായിട്ട് നമുക്കറിയാം കുട്ടികളുടെ ഒരു ആക്ടിവിറ്റി ലെവലെന്ന് പറയുന്നത് അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സൊക്കെ സമയത്ത് ചെയ്യുക, അവരെ ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യുക, പഠിക്കാനുള്ള ഒരു ടാസ്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക, ഹോംവർക്ക് അത് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ ഇത്തരം കുട്ടികൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സമയത്ത് അത് ഫിനിഷ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അവർ പലപ്പോഴും ഇത്തരം അവർ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സുകൾ അതൊക്കെയും പൂർത്തീകരിക്കാൻ അവർ മനസ്സ് കാണിക്കില്ല. പിന്നെ അതുപോലെ ഉണ്ടാവുന്ന താമസങ്ങൾ, അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ ക്ലാസ്സിലാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള അവരുടെ സ്വസ്ഥമായിരിക്കാനുള്ള ആ ഒരു മനസ്സുപോലെ പ്രവണത ഉണ്ടാവില്ല. അവർ അധികമായ രീതിയിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വസ്ഥമായിരിക്കും. പക്ഷേ ഇത്തരം കുട്ടികൾ അവർ വളരെയേറെ സജീവമായിരിക്കും. എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഒരിടത്ത് തന്നെ അടങ്ങിയിരിക്കാനുള്ള ആ മനസ്സ് അവർക്ക് കാണില്ല. അവരിങ്ങനെ ഓടി നടക്കും. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഓടി നടക്കും. അപ്പോൾ അത് വളരെ അനായാസം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പം വളരെയേറെ വ്യാപകമായ ബോധവൽക്കരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കാണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിലും ഇത്തരം കുട്ടികളെ, ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രയാസമൊന്നും ഇല്ലാതെ തന്നെയും കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. തീർച്ചയായിട്ടും സാർ, നമുക്ക് ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? ഞാൻ മുംബൈ നിന്നാണ് സാർ. എൻ്റെ പേര് CM നായർ. CM നായർ, മുംബൈ. പറഞ്ഞോളൂ സാർ, നമ്മുടെ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ, നമസ്കാരം. അപ്പം സാർ എനിക്ക് ചോദിക്കാനുള്ളത്, ഹലോ സാർ, ഈ മൊബൈൽ യുഗമാണല്ലോ. ഇപ്പൊ ഈ മൊബൈൽ യുഗത്തില് ഈ കൊച്ചുകുട്ടികൾ വരെ ഇപ്പൊ മൊബൈലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 1-2 വയസ്സായ കുട്ടികൾ വരെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോവുകയും അവരുടെ ബ്രെയിനെ ബാധിക്കുകയും ചെയ്യുന്നു എന്നൊരു പഠനമുണ്ട് എന്ന് പറയുന്നുണ്ട്.
ഇപ്പൊ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ എവിടാണെങ്കിലും അമിതമായിട്ടുള്ള ഈ മൊബൈൽ കുട്ടികളുടെ ഈ മൊബൈൽ എന്നുള്ള ആഗ്രഹം മൊബൈൽ വെക്കുക. നമ്മൾ കുട്ടിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ അത് കരയും ബഹളം ഉണ്ടാക്കി ചെയ്യും. കാരണം അത് ഈ സമൂഹത്തിൽ എന്തുമാത്രം ദോഷം ചെയ്യും. ഇങ്ങനെ ഈ കുട്ടികളുടെ പഠനത്തെയും മറ്റു കാര്യങ്ങളെയൊക്കെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മാർഗങ്ങൾ? അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുന്നത് ഈ മൊബൈൽ യുഗത്തിൽ ഈ മൊബൈലിന്റെ ഉപയോഗം കൊച്ചുകുട്ടികളുടെ തീർച്ചയായിട്ടും മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കുട്ടികൾ എത്രമാത്രം ഈ ശ്രദ്ധയെ മാറ്റുന്നതിന് കാരണമാകുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അത് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം സാർവത്രികമായി വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് തന്നെ ഒന്നിലേറെ മൊബൈലുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. കോവിഡ് വന്നതിന് ശേഷം വിദ്യാഭ്യാസം ഓൺലൈൻ ആയപ്പോൾ ഒരു കാലത്ത് നമ്മൾ കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചെങ്കിൽ നമ്മൾ തന്നെയും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം സംജാതമായി അവരുടെ പഠനം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞുള്ള സമയം അവരെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. കുട്ടികൾ എങ്ങനെയാണ് എത്രത്തോളം സമയം ഇതിനകത്ത് ചിലവഴിക്കും, ഓൺലൈൻ പ്രസൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ ഈ സ്ക്രീൻ എത്രത്തോളം ആ സ്ക്രീൻ ടൈം എത്രത്തോളം അവർ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ തീർച്ചയായും വളരെ പ്രധാനമാണ്. അധികമായ അമൃതം വിഷമെന്ന് പറയുന്നോണം ഈ മൊബൈൽ ഫോണിൻ്റെയും അധികമായ ഉപയോഗം മൂലം ഒട്ടേറെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് പലതരത്തിലുള്ള ചൂഷണത്തിന് വരെ വിധേയമാകുന്ന, അപ്പോൾ ഇൻ്റർനെറ്റ് വഴിയുള്ള പല ചൂഷണത്തിനും ഇവർ വിധേയമാകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതവരെ പഠന നിലവാരത്തെ ബാധിക്കാം. പല കുട്ടികളും വീഡിയോ ഗെയിംസിലേക്ക് പോകുന്നുണ്ട്. അപകടകരമായ നിലയിലേക്ക് ഇത്തരം വീഡിയോ ഗെയിംസ് പല കുട്ടികളെ എത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പലതരം ഓൺലൈൻ സൈറ്റുകളും അങ്ങനെയുള്ള പല തരത്തിലേക്കും അവർ വഴിതിരിഞ്ഞ് പോകാനും ചൂഷണങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും എല്ലാ രീതിയിലും മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിരീക്ഷിക്കണം, മാതാപിതാക്കൾ നിരീക്ഷിക്കണം, അവർക്കൊരു റെസ്ട്രിക്ഷൻ വെക്കണം. ശരിക്കും ഒരു ADHDക്ക് കാരണമാകുന്ന ADHDക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ADHD കാരണമാകുന്നു അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ശരി. പക്ഷേ അവരുടെ പഠനത്തിൽ നിന്നും അവരുടെ ശ്രദ്ധയെ മാറ്റുന്ന തരത്തിലേക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മാറാൻ സാധ്യതയുണ്ട്. ശരി ശരി, വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന്. സാമൂഹ്യ പാഠം ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. പുത്തൻ രുചിക്കാഴ്ചകൾ ഒരുക്കി റിതം ഓഫ് കുക്കറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടിൽ കഴിക്കുവോ എന്നും കൂടെ ചിന്തിക്കണമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടതും കൂടെ ചെയ്തു കൊടുക്കണമല്ലോ. അതെ അതെ, ഇതിൻ്റെ ഒരു മിക്സിങ്ങും പ്രൊപ്പോർഷനും ഒക്കെ കറക്റ്റ്, ഈ പറഞ്ഞ പോലെ ഇളക്കുന്ന രീതിയൊക്കെ കറക്റ്റ് ആയാലേ നമുക്കൊരു ടേസ്റ്റ് കറക്റ്റ് കിട്ടും. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൈപ്പർ ആക്ടിവിറ്റിയിലാണ്. ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്കൂളുകളിൽ അത് അധ്യാപകർ തിരിച്ചറിയുകയും അത് വകമാറ്റി ചെലവഴിക്കുക എന്നുള്ള ഒരു പരിപാടി അവിടെ സ്വീകരിക്കാറുണ്ട്. അതായത് കുട്ടികളുടെ ഊർജ്ജം മറ്റു പല പ്രവർത്തനങ്ങളിലേക്ക്, ഇപ്പോൾ സ്കൂളും പരിസരം വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ സേവനപരമായിട്ടുള്ള മറ്റ് ഇടപെടലുകൾ നടത്താനോ അല്ലെങ്കിൽ ഇപ്പോൾ JRC, റെഡ് ക്രോസ് പോലെ അങ്ങനെയുള്ള ചാനലുകളിലേക്കൊക്കെ അത് മാറ്റാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ നീക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഊർജ്ജം മറ്റൊരു രൂപത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് ഈ ADHD മാറുന്നതിനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുന്നതിനോ കാരണമായിട്ട് സംഭവിക്കുമോ? അല്ല, ADHD അങ്ങനെ മാത്രം. പക്ഷേ കുട്ടികളൊക്കെ മറ്റ് എൻഗേജ്മെൻറ്റ്സ് കൊടുക്കുന്നത് എഗെയിൻ അവർക്ക് ശ്രദ്ധ വരുമോ എന്നുള്ള വിഷയമുണ്ട് അതിനകത്ത്. ഏത് കാര്യത്തിലും അവർക്ക് ശ്രദ്ധ കുറയുക എന്നുള്ളതാണ് ഒരു സംഗതി അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മറ്റ് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. സാമൂഹികപരമായിട്ടുള്ള അവരുടെ വീക്ഷണം മാറും, സോഷ്യലൈസ് ചെയ്യാനുള്ള സാഹചര്യം വരും. പലപ്പോഴും ഇത്തരം ADHD കുട്ടികളുടെ അവർക്കുണ്ടാകുന്ന സാധ്യത ഒരു പ്രശ്നം ഇതാണ്. ഈ ശ്രദ്ധ കുറവും അതുപോലെ തന്നെ ഇനറ്റൻഷനും ഒക്കെ കൊണ്ടുള്ള ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യലൈസ് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണം തീർച്ചയായും ലഭ്യമാവണം, അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ADHD പറയുമ്പോൾ എപ്പോഴും കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. മുതിർന്നവരിൽ ADHD വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടോ?
കുട്ടികൾ ആരംഭിക്കുന്ന ADHD ശരിയായ രീതിയിൽ അതിൻ്റെ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡൽട്ട്ഹുഡിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ശരി. അത് കൂടാതെ തന്നെയും കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കുട്ടിയായിരിക്കുന്ന സമയത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള വ്യക്തികൾ അവർ മുതിർന്നു വരുമ്പോൾ അത് അഡൽട്ട് ADHD ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ കുഞ്ഞുങ്ങൾ കാണുന്ന ADHD ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ ഇനറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി എന്നുള്ള ഘടകങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ, അങ്ങനെയുള്ള മാറ്റങ്ങൾ പറഞ്ഞ പോലെ മുതിർന്ന അവരിലേക്ക് വരുമ്പോൾ കൂടുതലും ഈ ഇനറ്റൻഷൻ പാർട്ടിനാണ് കൂടുതലൊരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ADHD ഉണ്ടോ ഇല്ല എന്നുള്ളത്. തീർച്ചയായും സമൂഹത്തിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുട്ടികൾ കൂടുതലായി കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുള്ള ADHD ഇന്നും കൂടുതൽ മുൻപിലത്തേക്കാൾ ഉപരി കൂടുതലായി ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ മുതിർന്നവരായി തീരുമ്പോൾ അത് അഡൽട്ട് ADHD ആയിട്ട് പരിവർത്തനം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സാർ, അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഹൈപ്പർ ആക്റ്റീവ് ആണ് അവർ, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ മാറുമ്പോൾ കണ്ടുപിടിക്കാൻ അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് പെട്ടെന്ന് ലഭ്യമാകും. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന ആളുകളിലേക്ക് വരുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് എളുപ്പം കണ്ടെത്താനായിട്ട് സാധിക്കുക? തീർച്ചയായും അവരിലും ഈ ശ്രദ്ധ ഇനറ്റൻഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശ്രദ്ധ കുറയുക, അവരെ പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള ഒരു രീതിയിലാണത് മാറുന്നത്. അപ്പം അവരെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായ രീതിയിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക, അവരുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള അവർക്ക് ആന്തരികമായുള്ളൊരു പ്രശ്നമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം അത് പ്രതിഫലിക്കും. ഒരു വ്യക്തിയെന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെയും അവരുടെ ഇനറ്റൻഷൻ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആ ടൈം ബൗണ്ടായിട്ട് അവർക്ക് പിന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരിക, പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ശരി ഡോക്ടർ, നമുക്ക് ഡൽഹിയിൽ നിന്നും ഗീത എന്ന പ്രേക്ഷക ചേരുന്നു. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ബീനയാ ഡൽഹിന്ന്. പറഞ്ഞോളൂ. എന്റെ മോനുണ്ടല്ലോ, അവന് ഇപ്പോഴെന്ന് പറഞ്ഞ 13 വയസ്സ് കഴിഞ്ഞ്. പക്ഷെ ഈ ഡോക്ടർ ഇവന് ആദ്യം സംസാരിക്കത്തില്ലായിരുന്നേ, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പറഞ്ഞ് ഈ ഒരു ADHD ചെക്കപ്പ് ചെയ്യിക്കാനാ. പക്ഷെ അത് ഞാൻ ചെയ്യിച്ചില്ല. പക്ഷെ അവനെ തന്നെ എനിക്കറിയാം ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. ഇപ്പൊ പിന്നെ ഓട്ടോ ആയെങ്കിൽ ഇരിക്കത്തൊന്നുമില്ല. പിന്നെ സ്കൂളിൽ വിട്ടപ്പോൾ അവിടെ പോയി നോർമലായിട്ട് പിള്ളേരുമായിട്ട് ഇരിക്കാനൊക്കത്തില്ല. അങ്ങനെ ടീച്ചർ പറഞ്ഞു അങ്ങനെയുള്ള കുട്ടി ഇവിടെ കൊണ്ടുവരണ്ട. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 13 വയസ്സ് കഴിഞ്ഞ, എന്നാലും നേരത്തെ എന്ന് പറഞ്ഞാൽ സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ പറയുന്നത് നമ്മൾ എന്തോ പറയുന്നു, അതിന് മറുപടി നമുക്ക് തിരിച്ചു വരും. നമ്മൾ സുഖമാണെന്ന് ചോദിക്കുമ്പോ നമ്മുടെ അടുത്തും ചോദിക്കും സുഖമാണോന്ന്. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും. പക്ഷെ സ്കൂളിൽ എപ്പോഴും പോകുന്നില്ല. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള നമ്മുടെ നാട്ടിലെ കണക്കല്ല. സ്കൂളൊന്നും അത്ര വലിയ ദൂരങ്ങളൊക്കെയാ. പക്ഷെ അതുമല്ല, കോവിഡൊക്കെ വന്നതിന് ശേഷം ഇത്തിരി പ്രോബ്ലം ഒക്കെ വന്നു. അത് കാരണം മോനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുത്തി, ഞാൻ വൈകുന്നേരത്ത് ഇരുത്തും പഠിപ്പിക്കാൻ. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നെ അത് പറയത്തില്ല. എഴുതിപ്പിക്കാനെ കൈ പിടിച്ചു ചെയ്തു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മാനസിക രോഗമായി മാറാനുള്ള കാരണം വല്ലതും ഉണ്ടോ? ചിലപ്പോഴുണ്ടല്ലേ ഇവന് 3-4 പേരുടെ ഒരു ശക്തി വരും. നമ്മളെ പിടിച്ചു വെച്ച് കടിക്കും, പിന്നെ പിടിച്ചാൽ നിക്കത്തില്ല എന്ന് പറഞ്ഞാൽ 14-ാമത്തെ വയസ്സത്ത് ശരീരമൊക്കെ നല്ല. പിന്നെ ഫുഡ് ഉണ്ടല്ലേ, ആഹാരത്തിന് വല്ല കൺട്രോളില്ല. പറഞ്ഞ് നമ്മൾ കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുകയെന്നല്ല, നമ്മളെ പിടിച്ച് ദേഷ്യപ്പെട്ടു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിടിച്ച് കടിച്ചു വെച്ച് പിന്നെ നമ്മൾ വിചാരിക്കോ കുട്ടിയല്ല, അങ്ങനെ അങ്ങ് വിടും. അവന് വേണ്ടത് നമ്മൾ കൊടുക്കും. പക്ഷെ ഫുഡൊന്നും എന്തോ വേണേലും ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കൺട്രോൾ ഇല്ല കഴിക്കുന്നതിന്. എത്ര കൊടുത്താ പിന്നെ അത് നമ്മൾ കുറച്ച് കൊടുക്കുവാന് നമ്മളുടെ അടുത്ത് ദേഷ്യം കാണിക്കും, എന്നിട്ട് കടിക്കാനൊക്കെ വരും. അത് കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അമ്മയല്ലേ, അന്നേരം കുഴപ്പമില്ല. പക്ഷെ മൂത്തൊരു സഹോദരനുണ്ട്, അവന് 23 വയസ്സുണ്ട്. അവനൊരു കുഴപ്പമില്ല, അവനിപ്പോ ഡിഗ്രി ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്നു. പക്ഷെ ഈ രണ്ടാമത്തെ മോൻ ജനിച്ചൊരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി വന്നത്. അന്നേരം ഇതിന് മാനസിക രോഗം വല്ല വരാനുള്ള സാധ്യത ഉണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല, അതെ, ഇതിനകത്തിപ്പോൾ
അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. കൂടുതലും ആൺകുട്ടികളിലാണ് കാണുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കൂടുതലാണ് ആൺകുട്ടികളാണ് കാണുന്നത്. തീർച്ചയായും ഇതൊരു മാനസിക രോഗമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഈ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമാക്കണം, ചികിത്സ ചെയ്യണം. അതിനുവേണ്ടി അതിനുള്ള ഔഷധങ്ങൾ ലഭ്യമാണ്, മരുന്നുകൾ ലഭ്യമാണ്. അങ്ങനെ വരുമ്പോൾ മോൻ്റെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറയും, കുറച്ച് ശാന്തത വരും. ഈ അഗ്രഷൻ എന്ന് പറയും, മോൻ കാണിക്കുന്ന ഈ മോൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റത്തിൽ വരുന്ന ആ പ്രശ്നം, അപകടകരമായ സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളും നമുക്ക് നിയന്ത്രിക്കാൻ മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ പക്ഷെ ഞാൻ ഡോക്ടർ ഒരു മിനിറ്റ്, ഞാനിവിടെ ഓൾ ഇന്ത്യ മെഡിക്കലി അവരെ കാണിച്ചായിരുന്നു. കൊച്ചുനാൾ 3 വയസ്സായപ്പം തുടങ്ങിയിട്ട് ഞാൻ 3 ഡോക്ടറെ കാണിച്ചു. പക്ഷെ ഇവന് ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയത് ആ മരുന്ന് കൊടുത്തതിന് ശേഷം. അത് ശരി. അല്ല, അപ്പോൾ റിവ്യൂ ചെയ്യണം. ആ മരുന്ന് ഫലപ്രദമാവുന്നില്ലെന്ന് കണ്ടാൽ ആ ഡോക്ടറെ തന്നെ വീണ്ടും റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യുമ്പോൾ അവർ മറ്റ് മരുന്നുകൾ ട്രൈ ചെയ്യും. ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ. രാത്രി ഉറക്കമില്ല. അതെ, അനുബന്ധ പ്രശ്നങ്ങളാണ് ഒന്നാണ് ഉറക്കമില്ലായ്മ. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള മരുന്ന്, ഉറക്കം ലഭ്യമാക്കാനുള്ള മരുന്നുണ്ട്, മോനെ സ്വസ്ഥമാക്കാൻ മരുന്നുണ്ട്, മോൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള മരുന്നുണ്ട്. തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിനെ തന്നെ പിന്നെയും കാണണം. അവിടെ പോകുമ്പോൾ അവരാവശ്യാനുസരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നൽകും. മോൻ്റെ ബുദ്ധിയൊക്കെ പരിശോധിച്ചായിരുന്നോ? IQ ഒക്കെ നോക്കിയായിരുന്നോ? IQ ചെവി ഇതൊക്കെ നല്ല നോർമലാട്ടോ. ശരി. പക്ഷെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടും. ഓക്കെ. അപ്പം മോന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിവുണ്ടെങ്കിൽ അപ്പോൾ അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോൻ്റെ സവിശേഷമായ കഴിവുകൾ കണ്ടെത്താൻ ശ്രദ്ധിക്കുക. മോനെ എൻഗേജ് ചെയ്യിക്കണം. ഓക്കെ. തീർച്ചയായും മാനസിക രോഗമാവുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക അമ്മയുടെ. എനിക്ക് അതൊരു പേടി എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചോടിച്ച് കടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ? അതെ. അതൊരു അന്നേരം ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്നുണ്ടോ 4 പേരുടെ 5-6 പേരുടെ ശക്തി അവന്റെ ശരീരത്തിൽ. അതെ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഔഷധങ്ങൾ കൊടുക്കണം. അപ്പോൾ തീർച്ചയായും മോൻ കുറച്ചുകൂടെ ബെറ്ററായി വരും, ഇമ്പ്രൂവ് ചെയ്ത് വരും കേട്ടോ. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന്. ഡോക്ടർ, ഇനി നമുക്ക് ഇതോടനുബന്ധമായിട്ടുള്ളൊരു പ്രശ്നം തന്നെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സമയത്ത് ചികിത്സ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പറഞ്ഞത്. പലപ്പോഴും ഇത് കുറച്ചുകൂടി വളരുമ്പോൾ മാറിക്കോളും എന്നുള്ള ഒരു സമീപനമാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അത് ശരിക്കും ഒരു പ്രശ്നമായിട്ട് പിന്നീട് സംഭവിക്കുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ചികിത്സ നീളുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. തീർച്ചയായും ഇത് നേരത്തെ തന്നെ എത്രയും നേരത്തെ ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മീഥൈൽ ഫെനൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ മരുന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ അറ്റമോക്സിറ്റിൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നാണ്. ഇങ്ങനെയുള്ള മരുന്നുകൾ നേരത്തെ കൊടുത്ത് ഈ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വർദ്ധിപ്പിക്കണം. അത് ഇനറ്റൻഷനാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങ് അറ്റൻറ്റീവ് ആകാനുള്ള, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക. ഒപ്പം അധികമായ രീതിയിലുള്ള അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി നിയന്ത്രണ വിധേയമാക്കുക. അപ്പോൾ അവർക്ക് പഠിക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കും. തീർച്ചയായും നേരത്തെ ഉള്ള ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അത് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ട്, ഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, അതായത് ഔഷധ ചികിത്സയും ഉണ്ട്. ഒപ്പം നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസും ഉണ്ട്. അപ്പോൾ ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു സമഗ്രമായ സമീപനമാണ് ഇത്തരം പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും ഇതൊരു വലുതാകുമ്പോൾ മാറിക്കോളും എന്ന നിലയിൽ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, അതിനെ അവഗണിക്കാൻ പാടില്ല. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. തീർച്ചയായും ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങൾ തൊട്ടടുത്ത ഹെൽത്ത് സെൻ്ററിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും നടക്കുന്ന മാനസിക ആരോഗ്യ ക്ലിനിക്കുകൾ ഇതിൻ്റെ സേവനം ലഭ്യമാണ്. ഈവൻ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരം മാനസികാരോഗ്യ ക്ലിനിക്കുകൾ ലഭ്യമാണ്. സർക്കാരിൻ്റേതായ വലിയ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂൾ തലത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. ഒപ്പം ഇത്തരം വികേന്ദ്രീകരിക്കപ്പെട്ട മാനസികാരോഗ്യ സേവനങ്ങൾ ഒരു കാലത്ത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പോകണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രികൾ, തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ആശുപത്രികൾ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. ജില്ലാ ആശുപത്രിയിലെല്ലാം തന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനമുണ്ട്.
അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. ഇത്തരത്തിൽ അതുപോലെ DEIC എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സവിശേഷമായ പ്രശ്നങ്ങളുള്ള കുട്ടികളെയൊക്കെ അവിടെ ഇവാലുവേറ്റ് ചെയ്യാനും എന്താണോ അവർക്ക് അഭികാമ്യമായ ഇടപെടലുകൾ നടത്തേണ്ടത് അതിനുള്ള നിർദ്ദേശം നൽകാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ശരി ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചു ഇങ്ങനെ ADHD ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് സാമൂഹ്യ വിനിമയ ശേഷിയിൽ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അവരുടെ പെരുമാറ്റങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും വൈകല്യങ്ങൾ പോലെയുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തെറാപ്പിയെ പറ്റിയും അതുപോലെ തന്നെ ബിഹേവിയറിൽ ഉണ്ടാക്കേണ്ട ചില മാറ്റങ്ങളെ പറ്റിയും അതുപോലെ മരുന്ന് ചികിത്സയെ പറ്റിയൊക്കെ സാറ് സൂചിപ്പിച്ചു. ഇതിനോടൊപ്പം തന്നെ സോഷ്യലി ഉള്ള ഇടപെടലുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടുകാരുടെയും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ അധ്യാപകരുടെയും സമൂഹത്തിലാണെങ്കിൽ മറ്റ് സാധാരണപ്പെട്ട എല്ലാ ആളുകളുടെയും ഒരു സഹായം കൂടി ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ADHD നേരിടുന്ന ആളുകൾക്ക് വേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ള ആളുകൾ ചികിത്സയ്ക്ക് പുറമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? വളരെ പ്രധാനമാണ്. ഇത്തരം നമ്മളിപ്പോൾ എപ്പോഴും ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെക്കുറിച്ച് നമ്മളിപ്പോൾ ഏറെ ബോധവാന്മാരാണ്. അപ്പോൾ ഇത്തരം ഈ ADHD ഉള്ള കുട്ടികൾക്കും മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്, അവരെയും ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് മതിയായ ഒരു എഡ്യൂക്കേഷൻ, ഒരു ബോധവൽക്കരണം നൽകണം, തുടർച്ചയായ ബോധവൽക്കരണം നൽകണം. ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂട്ടായ്മകൾക്ക് ഇത് വലിയ റോളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് തന്നെയും അവർക്ക് നടക്കുന്ന ഒന്നിലേറെ കുട്ടികൾക്ക് ഒരുമിച്ച് നമുക്ക് ഗ്രൂപ്പ് തെറാപ്പി നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഫാർമക്കോളജിക് ഇൻ്റർവെൻഷൻ മുടങ്ങാതെ മരുന്നുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ആ പ്രയോജനം നിലനിർത്തുവാൻ സാധിക്കും. അപ്പോൾ ഒരു സമൂഹത്തിൽ ഇത്തരം കുട്ടികളും ഉണ്ടെന്നും അങ്ങനെയുള്ള കുട്ടികളെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമുള്ള ചികിത്സകളും മറ്റ് പരീക്ഷകളും സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യാനുള്ള, അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. സാർ, ഇപ്പോൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ കുട്ടികളെ നോക്കുന്ന രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ ഇപ്പോൾ അധ്യാപകർ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും വളരെയേറെ സംഘർഷഭരിതരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരെ ഇത് ബോധവൽക്കരിച്ച് ഇതിനൊരു പരിഹാരമുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകി അതിൻ്റെ ചികിത്സ ലഭ്യമായ ഇടങ്ങളിലേക്ക് അവരെ എത്തിക്കാനും ആ ചികിത്സ അവർക്ക് ലഭ്യമാക്കാനുമൊക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് മറ്റ് വ്യക്തികൾക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ സ്കൂൾ അധികൃതരിൽ നിന്നുണ്ടാവണം. അതുപോലെ തന്നെ നമുക്കറിയാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രാദേശികമായ ഇടപെടലുകൾ നടത്താനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാറുമെന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം എന്താണോ ലഭ്യമായ ചികിത്സ, എവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ എത്തിച്ച് ഇത് യഥാസമയം ചികിത്സ ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമാണിത്. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതിൻ്റെ ഏറ്റവും
എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ ഒരു കുട്ടികളെയും മാറ്റി നിർത്തരുത്, ഒപ്പം എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേപോലെ സാമൂഹ്യ വിനിമയ ശേഷി അവരെ പഠിപ്പിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പിന്നിലുള്ളത്. കേരളം വളരെ കാര്യക്ഷമമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് എത്രമാത്രം സഹായകരമാകും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും മറ്റും? വളരെ നല്ലൊരു സമീപനമാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? എന്റെ പേര് മരിയ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് മരിയ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം മരിയ, പറഞ്ഞോളൂ. എന്റെ മോനെ ADHD ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനൊരു 6-6.5 വയസ്സുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. അവന് ഇരിക്കാൻ പറ്റായികയില്ല, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവനൊരു സ്കൂളാണെന്നുള്ളൊരു ബോധമൊന്നുമില്ല. ചിലപ്പോൾ ടീച്ചറിന്റെ അടുത്തേക്ക് ഓടി വരും, അങ്ങനത്തെ ഇഷ്യൂസ് ആണുള്ളത്. അപ്പം ഞങ്ങൾ മെഡിക്കേഷൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല്, ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര നാൾ ഈ മെഡിക്കേഷൻ എടുക്കേണ്ടി വരും? നമുക്കിത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ, അതോ കുറച്ച് കഴിയുമ്പോൾ ഈ മെഡിക്കേഷൻ നിർത്താനായിട്ട് സാധിക്കുമോ? അതുപോലെ തന്നെ ഇതിട്ടിങ്ങനെ ഒരു 1.5-2 കൊല്ലം കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യമായ സൈഡ് എഫക്ട്സ് വരുമോ? പിന്നെ ഈ മരുന്നില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെ വരുമോ? ഇതാണ് എന്റെ സംശയം. ഇപ്പോൾ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് മോന്, കുഞ്ഞിന്? മീഥൈൽഫിനിഡേറ്റോ അങ്ങനെയാണ്, അഡ്വൈസിലാണ് ആ മരുന്നിന്റെ പേര്. മീഥൈൽഫിനിഡേറ്റ് ഉള്ളതിൽ ഏറ്റവും ലോകത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഒരു മരുന്നാണ്. അത് 10 mg അര ഗുളിയാണ് രാത്രി കൊടുക്കുന്നത്, പകലിൽ കൊടുക്കുന്നത്. അത് കുഞ്ഞിൻ്റെ ശരീരഭാരം അനുസരിച്ചിട്ട് ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ കുഞ്ഞിനെയും ആ വ്യക്തിയുടെ കുഞ്ഞിൻ്റെ ഭാരം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മതിയായ ഡോസ് ചെന്നാൽ മാത്രമേ നിയന്ത്രണം കൂടുതൽ ഫലപ്രദമാവുകയുള്ളൂ. ആ മരുന്നിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു സ്റ്റിമുലൻ്റ് ഡ്രഗാണ്. നല്ല പാർശ്വഫലങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്ത ഒരു മരുന്നാണ്. താരതമ്യേന നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ആ മരുന്ന് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസം തരുന്ന കാര്യമാണ്. അപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. ആ കുഞ്ഞിനെ ഒരു മികച്ച കുഞ്ഞ് വളരട്ടെ, കുഞ്ഞിൻ്റെ വളർച്ച അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കുഞ്ഞിൻ്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനും കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഒരു വ്യക്തിയെന്ന നിലയിൽ വളരെ സ്വസ്ഥമായി മുന്നോട്ട് ജീവിതം നയിക്കാനൊക്കെയും ഈ മരുന്നിൻ്റെ ഉപയോഗം സഹായിക്കും. നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പി ഉൾപ്പെടെയുള്ള തെറാപ്പിയും കൂടെ ഇതിനോടനുബന്ധിച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയൊന്നും ഇപ്പോൾ വേണ്ട. ശാസ്ത്രം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. തീർച്ചയായും നല്ല ഒരു ഭാവി പ്രതീക്ഷിച്ച് ചികിത്സ മുടങ്ങാതെ കൊണ്ടുപോവുക. പിന്നെ നിങ്ങളുടെ ചികിത്സകനുമായി അല്ലെങ്കിൽ ചികിത്സകയുമായി ചികിത്സിക്കുന്ന ടീമുമായിട്ട് നിരന്തരം ബന്ധപ്പെടണം. ഫോളോ അപ്പ് ബ്രേക്ക് ചെയ്യാതെ പോകണം. പിന്നെ ആജീവനാന്ത രോഗിയാണെന്നുള്ളൊരു വിചാരമൊന്നും അങ്ങനെ ഉണ്ടാവണ്ട. അത് ഞങ്ങൾക്ക് ഈ മെഡിസിൻ എടുക്കാനായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ തെറാപ്പിയിൽ അത്ര അങ്ങോട്ട് കൺട്രോൾ ആയില്ല. ഇതിന് പിന്നെയും ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഇത് തെറാപ്പി പ്ലസ് ഈ മെഡിക്കേഷനോട് എടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെയാണ് കൊടുത്തു തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായി. ഇപ്പൊ കുറച്ചൊക്കെ സ്കൂളിൽ ശ്രദ്ധിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, മെച്ചമുണ്ട്. അപ്പം പിന്നെ സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. സൈഡ് എഫക്റ്റ് ഒന്നും അങ്ങനെയുള്ള കാര്യമായ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല മരിയ. ഈ മരുന്ന് ലഭ്യമായത് മുതൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ മാത്രമാണ് ഈ മരുന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ലഭ്യമായത് മുതൽ നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. വളരെ ഫലപ്രദമാണത്. ഉപയോഗിക്കുന്ന കുട്ടികൾക്കും അതിൻ്റെ പ്രയോജനം നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കുകയും അവരെ കൂടുതൽ മെച്ചമായ രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമാണ് ഈ മരുന്നിന് ഉപയോഗിച്ചുള്ള ചികിത്സ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മുടങ്ങാതെ ചികിത്സ എടുക്കും. വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയാണ്, അതിലേക്ക് മടങ്ങി വന്നാലും. തീർച്ചയായും അതൊരു നല്ല സമീപനമാണ്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ആ കുഞ്ഞിൻ്റെ സവിശേഷമായ സവിശേഷതകളോട് കൂടിയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റേതായ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തി മുഖ്യധാരയിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് വളരെ ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ്. തീർച്ചയായും ഇത്തരം
ഈ സംവിധാനം അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ അവർ ഏത് മേഖലയിലാണെങ്കിലും അത് താമസമിന അത് കണ്ടെത്തുവാനും സമയോചിതമായ ഇടപെടലുകൾ നടത്തുവാനും ശാസ്ത്രീയമായ ചികിത്സകൾ ഇന്ന് നൽകുവാനും ഒക്കെയുള്ള സംവിധാനവും നമ്മുടെ നാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ പരിപാടി എന്ന ഒരു സർക്കാർ സംവിധാനം വഴി ഈ മാനസികാരോഗ്യ സേവനങ്ങൾ ഏറ്റവും അടുത്തേക്ക് ആളുകളുടെ ഏറ്റവും അടുത്തേക്ക് ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ മാനസികാരോഗ്യ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് വികേന്ദ്രീകൃത മാനസികാരോഗ്യ സേവനം. തീർച്ചയായും ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ഇപ്പം ADHD തന്നെ അല്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും വിഷാദ രോഗം പോലെയുള്ള അവസ്ഥകൾ, ഉത്കണ്ഠാവസ്ഥകളൊക്കെ തന്നെയും താഴെ തട്ടിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കണ്ടെത്താനും വേണ്ട ചികിത്സ നൽകുവാനൊക്കെയുള്ള സംവിധാനം ഇതിലൂടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഇനി നമുക്ക് ADHDയുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനെപ്പറ്റി പറഞ്ഞാലോ? അതിൽ ഒരു കാര്യം നേരത്തെ പറഞ്ഞോളം ഇതിനോടനുബന്ധിച്ച് വരുന്ന ഉത്കണ്ഠ അവസ്ഥകൾ, ആൻസൈറ്റി എന്ന് പറയുന്ന അവസ്ഥകൾ, അതുപോലെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഇതിനോടനുബന്ധിച്ച് വരാം. പിന്നെ ഒപ്പോസിഷൻ ഡീഫിയൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഒരുപക്ഷെ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ പറയുന്ന അവർ ഇങ്ങോട്ട് വാന്ന് വിളിച്ചവർ അങ്ങോട്ട് പോകും, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നേരെ അതിൻ്റെ വിരുദ്ധമായത് ചെയ്യത്തുള്ളൂ. ഇത്തരത്തിലുള്ള മാതാപിതാക്കളോടും അല്ലെങ്കിൽ അധ്യാപകരോടൊക്കെയും അവർ തർക്കിക്കുകയും അവരെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന, അതായത് അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് എങ്കിലും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരികയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഈ ഒപ്പോസിറ്റ് ഡിഫിയൻറ്റ് ഡിസോർഡർ. അപ്പോൾ ഇത്തരം ADHD കുട്ടികൾ പലർക്കും ഒരു വിഷയത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ODD ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പക്ഷേ ഈ OCD എന്ന് പറയുന്നൊരു അവസ്ഥയാണ്, അതും ചിലപ്പോൾ ഇതിനോടനുബന്ധിച്ചൊക്കെ കാണാം. അതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ എന്നൊരവസ്ഥ, സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അതായത് ചില കുട്ടികളൊക്കെ തന്നെ ഈ മോഷണശീലം, മോഷ്ടിക്കാനുള്ള പ്രവണത, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ജന്തുക്കളെയും അതുപോലെ മറ്റു കുട്ടികളെയൊക്കെ ആക്രമിക്കാനുള്ള, അവരെ വേദനിപ്പിക്കാനുള്ള പ്രവണത, അങ്ങനെയൊക്കെ അത്തരമുള്ള ചില വിരുദ്ധ സ്വഭാവങ്ങൾ, സാമൂഹിക വിരുദ്ധ സ്വഭാവങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിൽ കോണ്ടാക്ട് ഡിസോർഡർ ഒരു വിഷയത്തിൻ്റെ കൂടെ തന്നെയും ചില വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ ചിലർക്കെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിൽ തന്നെയും ഇതിന് ഒരു ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ, ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ ചില കേസുകൾ മാനേജ് ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔഷധ ചികിത്സ, പാർശ്വഫലങ്ങളൊക്കെ തീരെ ഇല്ലാത്ത ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ്. പലർക്കും ഇത്തരം ചികിത്സ ചെയ്യാൻ മടിയാണ്, സൈക്യാട്രിസ്റ്റിനെ കാണാൻ മടിയുണ്ട്. സ്റ്റിഗ്മ എന്ന് പറയുന്നൊരു വിഷയം നമ്മുടെ നാട്ടിൽ ചില മേഖലകളിലെങ്കിലും പലപ്പോഴും കാണുന്നുണ്ട്. വ്യാപകമായ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ പോലും ഇന്നും ആദ്യമേ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്നുള്ളത് പലർക്കും മടിയുണ്ട്. അല്ലെങ്കിൽ അത്തരമുള്ള സ്റ്റിഗ്മ മാറണം. ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ എത്ര പ്രാധാന്യത്തോടെ കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യത്തെയും കാണണം. അപ്പം ഒരു വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമാകണമെങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ആ വ്യക്തിക്ക് ഉണ്ടാവണം. തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യം കുറയുന്ന ചില അവസ്ഥകളാണ് ഈ ADHD പോലെയുള്ള ലഘുവായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതിനും യഥാസമയം ഇടപെടൽ നടത്താനും ചികിത്സ ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു OCDനെ പറ്റി. പലപ്പോഴും അതൊരു നല്ല കാര്യമാണ് എന്ന് കരുതുന്നവരുണ്ട്, ഒരു നല്ല ശീലമല്ലേ അത്, അതിന് പ്രത്യേകിച്ച് ചികിത്സ എടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്നവരുണ്ട്. ആ ഒരു സമീപനം ശരിയാണോ? ശരിക്കും OCD ചികിത്സിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണോ? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അധികമായ ഇപ്പം വൃത്തി, അപ്പം ഒരാൾ കഴുകാൻ പോയി കഴിഞ്ഞാൽ ആവർത്തിച്ച് കഴുകിക്കൊണ്ടേയിരിക്കും. എത്ര കഴുകിയാലും പൂർണ്ണമായും വൃത്തിയായി എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരില്ല, ആ ഒരു ഉറപ്പ് മനസ്സിന് വരത്തില്ല. അപ്പോൾ പിന്നെയും കഴുകും. അപ്പോൾ അത് മൂലമുണ്ടാകുന്ന അസ്വസ്ഥത വളരെ വലുതാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ് തൻ്റെ കൈക്ക് വൃത്തിയായിട്ടില്ല. അപ്പോൾ ആ വൃത്തിയാകാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അനുഷ്ഠാനം. അപ്പോൾ കഴുകൽ എന്ന് പറഞ്ഞ പ്രക്രിയ അത് പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കഴുകുക വഴി വൃത്തിയായി എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ വരുന്നില്ല, ഒരു ഉറപ്പ് വരുന്നില്ല. അപ്പോൾ ആവർത്തിച്ച് പിന്നെയും കഴുകുന്നു. ഇങ്ങനെ
ഒരു 3 തവണയിൽ കൂടുതൽ ആവർത്തിച്ച് കഴുകുക എന്നുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് റിപ്പീറ്റഡ് ചെക്കിങ്. അതുപോലെ ഈ അടുക്കിപ്പെറുക്കിയൊക്കെ വയ്ക്കുന്ന ആ ഒരു എല്ലാം ഓർഡറിലാക്കി വയ്ക്കുന്ന ഒരു സംഭവം, അമിതമായ വൃത്തി, അമിതമായ ഇത്തരത്തിലുള്ള ക്രമീകരണം വരുത്തുന്നതൊക്കെയും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അധികമായാൽ ആ ഒരു ശ്രദ്ധ ആവശ്യമാണ്. റിപ്പീറ്റഡ് കൗണ്ടിങ്, റിപ്പീറ്റഡ് വാഷിംഗ്. ഇപ്പോൾ കുളിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കഴുകുന്ന കാര്യത്തിലൊക്കെയും ഇത്തരത്തിലുള്ള അധികമായ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് OCD നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ ഇതിനോടനുബന്ധിച്ചും വരാൻ സാധ്യതയുണ്ട്, അതല്ലാതെയും സ്വതന്ത്രമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇതൊരു ശ്രദ്ധ വേണ്ട ഒരു ലഘുവായ ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കണം. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ OCDൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ അത് അങ്ങനെയുള്ളവർ അത് സമൂഹത്തിൽ ഇടപെട്ട് മാത്രമേ അത് മാറുള്ളൂ എന്ന് പറയാറുണ്ട്. കുറച്ചുകൂടി ഇടപെടുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി അതേ സാഹചര്യങ്ങളിലൂടെ, സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അതിനെ തരണം ചെയ്യുക എന്ന് പറയാറുണ്ട്. ഇതിലെത്രമാത്രം വാസ്തവമുണ്ട്? അതല്ല, അത് അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. അവർക്ക് മാത്രമല്ല, വീട്ടിലുള്ള ഇതര വ്യക്തികൾക്കും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ വ്യക്തികൾക്കും ഉള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരായിരിക്കുന്ന സമൂഹത്തിലൊക്കെയും ഇവരുടെ ഈ പ്രശ്നം മൂലം പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെയാണെങ്കിലും നമ്മൾ ആ ചികിത്സ ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക, അതൊന്ന് വിലയിരുത്തുക. ഇപ്പോൾ ഔഷധ ചികിത്സയിലൂടെ പരിഹരിക്കാൻ പറ്റും ഏറെക്കുറെ, പൂർണ്ണമായും തന്നെ. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഔഷധ ചികിത്സ എടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ചെറിയ കുട്ടികളിൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നതെങ്കിലും അത് മുതിർന്നവരിലേക്കും വ്യാപിക്കാനുള്ള അല്ലെങ്കിൽ അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചെറിയ കുട്ടികളിലാണ് കാണുന്ന സമയത്ത് തന്നെ ചികിത്സ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും നിയന്ത്രണവിധേയമാക്കാനും ആ കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കും. അഡൽട്ട് ADHD എന്ന നിലയിലേക്ക് അത് മാറില്ല. ആൺകുട്ടികളിലാണ് നേരത്തെ കൂടുതൽ കാണുന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ആൺകുട്ടികൾക്ക് ഇതുമൂലം ഹൈപ്പർ ആക്ടിവിറ്റി മുതിർന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് തടയുവാൻ നമുക്ക് സാധിക്കും. അതിനോടനുബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലുള്ള അനുബന്ധ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഇടപെടൽ നടത്താൻ സാധിക്കും. തീർച്ചയായും ADHD എന്ന് പറയുന്നത് വളരെ പരിഗണന ലഭിക്കേണ്ട ഒരു ലഘുവായ മാനസികാരോഗ്യ പ്രശ്നമാണ്. കുട്ടികളിലും അത് മുതിർന്നവരിലാണെങ്കിൽ മുതിർന്നവരിലും വളരെ പരിഗണന ലഭിക്കേണ്ട ഒരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ കുട്ടികളുടെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ യന്ത്ര സംസ്കാരം എങ്ങനെയാണ് ഒരു മനുഷ്യനെ യന്ത്രമാക്കി മാറ്റുന്നത് എന്നുള്ള അത് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷ്വലും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ADHD പോലെയുള്ള പ്രശ്നങ്ങൾ, ആളുകളുടെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വർക്കിനോട് അത് ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ വർക്കിലേക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു സമീപനം കോർപ്പറേറ്റുകൾക്കിടയിലും മറ്റുമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ വർക്ക് സ്പേസിലുള്ള ഈ ആളുകളുടെ പെരുമാറ്റം ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചറിയാനും കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാനും ഒക്കെ സാധിക്കുന്നത്? തീർച്ചയായും വർക്ക് സ്പേസിൽ വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ പ്രതിഫലിക്കും. അവരുടെ ജോലിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഒരു ഇന്നറ്റൻഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളായിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള ജോലി അത് വേണ്ട ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ സാധിക്കില്ല. അതായത് അയാളുടെ പെർഫോമൻസിനെ ബാധിക്കും. തീർച്ചയായും വർക്ക് സ്പേസിൽ എവിടെയാണോ ആ വ്യക്തി ആയിരിക്കുന്നത് അവിടെ ഈ ഇന്നറ്റൻഷൻ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനുള്ള ഇടപെടൽ നടത്തണം. അപ്പോൾ ഇത്തരം പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പൂർണ്ണമായ രീതിയിലുള്ള അവരുടെ ശേഷി വിനിയോഗിക്കുവാനായിട്ട് കഴിയില്ല. അവരുടെ ആ പ്രൊഡക്ടിവിറ്റി അത് പ്രതികൂലമായിട്ട് ബാധിക്കും. തീർച്ചയായും ഒരു ഇൻ്റർവെൻഷൻ വർക്ക് സ്പേസിൽ അത്യന്താപേക്ഷിതമാണ്. ഇവരുടെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ മൂലം പ്രൊഡക്ടിവിറ്റി അത് കുറയുക ചെയ്യുന്നത്. അത് നെഗറ്റീവായിട്ടാണ് ആ അസുഖം അതിനെ ബാധിക്കുന്നത്. തീർച്ചയായും ഇൻ്റർവെൻഷൻ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്.
ഡോക്ടർ, ഇനി മെഡിറ്റേഷൻ എന്നുള്ളത് പൊതുവേ നമ്മൾക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ചികിത്സയായിട്ട് പറയപ്പെടാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഡോക്ടർ ADHDയുടെ അനുബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ മാറ്റുന്നതിന് ഒരു പരിധി വരെ മെഡിറ്റേഷൻ സഹായിക്കുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ദിനചര്യയായിട്ട് മാറ്റിയെടുക്കുന്നത് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നൊന്ന് പറയാമോ? മെഡിറ്റേഷൻ, ധ്യാനം, ഇതൊക്കെയും മനുഷ്യൻ്റെ മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക നല്ലതാണ്. ശാരീരികവും മാനസികവുമായ ആ ഒരു സുസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്, വെൽനെസ്സിന് വേണ്ടി നല്ലതാണ്. പക്ഷേ ADHDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൻഷൻ്റെ ഒരു പ്രശ്നമായ സ്ഥിതിക്ക് പലപ്പോഴും അവർക്ക് ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അറ്റൻഷൻ ആവശ്യമുള്ള, ഏകാഗ്രത ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി താല്പര്യമുള്ളവർക്കും മനസ്സുള്ളവർക്കും ഇടപെടൽ നടത്താൻ പറ്റുന്നവർക്കും അതൊരു പക്ഷേ അത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് എത്ര ഫലപ്രദമായിട്ട് പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതൊരു എല്ലാത്തിനും ഉള്ളൊരു പനേഷ്യയായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നല്ലതാണ്, മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും നിലനിർത്താനും ഒക്കെയും മെഡിറ്റേഷൻ നല്ലതാണ്. ADHDയുടെ കാര്യത്തിൽ അത് ചിലപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ, ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് 1/3 മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ കാലത്ത് നോക്കുമ്പോഴും വളരെയധികം വർക്ക് ഹോളിക്കായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ തരതരത്തിലുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് സാറ് നിർദ്ദേശിക്കുന്ന കുറച്ച് ശീലങ്ങൾ കൂടി ഒന്ന് നമുക്ക് പറഞ്ഞുതരാം. തീർച്ചയായും. നമുക്ക് ഉറക്കം, വിശ്രമം വളരെ പ്രധാനമാണ്. അതുപോലെ എക്സസൈസ്, വ്യായാമം വളരെ പ്രധാനമാണ്. പിന്നെ സമീകൃതമായ ആഹാരം നമ്മൾ കഴിക്കുക, ആവശ്യത്തിന് മതിയായ അളവ് വെള്ളം കുടിക്കുക. പലർക്കും ഇത്തരം കാര്യങ്ങളിലുള്ള ശ്രദ്ധ വേണ്ടത്ര രീതിയിൽ വരാറില്ല. നമ്മൾ 8 ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കുക. 2 to 3 liters ഓഫ് വാട്ടർ നമ്മൾ പറയുന്നത്. വെള്ളം വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ പോഷകാഹാരം പ്രധാനമാണ്. എക്സസൈസ്, വ്യായാമം പ്രധാനമാണ്. ഒപ്പം വിശ്രമം വളരെ പ്രധാനമാണ്. അതിൽ ഉറക്കം വളരെ വളരെ പ്രധാനമാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിലും ഇത് എല്ലാം വളരെ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മതിയായ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ, ഒരു സൈക്യാട്രിസ്റ്റിനെ, അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണുക. അത്തരത്തിൽ ഉള്ള ഒരു ഇവാലുവേഷൻ വേണ്ടി വന്നാൽ നടത്താനൊന്നും മടി കാണിക്കേണ്ട കാര്യമില്ല. ശാരീരികവും മാനസികവും ആരോഗ്യം ഉറപ്പുവരുത്തി പൂർണ്ണ ആരോഗ്യവാന്മാരായി, ആരോഗ്യവതികളായി എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ് എന്നുള്ളത്. വാസ്തവത്തിൽ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഓരോരുത്തരും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ചെറിയ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെപ്പോലും നമുക്ക് തന്നെ അത് സ്വയം പരിഹരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇന്നാവട്ടെ നാളെ ആവട്ടെ കുറച്ചുകൂടി അത് മൂർച്ഛിക്കട്ടെ എന്നൊക്കെ കരുതി നമ്മളിങ്ങനെ നീക്കി വയ്ക്കുകയാണ് മനസ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ചെയ്യാറുള്ളത്. ഒരിക്കലും മനുഷ്യർ ശരീരത്തിൻ്റെ തുല്യമായ പ്രാധാന്യം മനസ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആവർത്തിച്ച് മനഃശാസ്ത്ര വിദഗ്ധരുൾപ്പെടെ പറയാറുള്ള കാര്യം എന്നുള്ളത്. ലോകാരോഗ്യ സംഘടന പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ആരംഭിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് അത് നമ്മൾ കാണേണ്ടത്. കോവിഡിന് ശേഷം ലോകം മൊത്തവും പുതിയ ന്യൂ നോർമൽ എന്ന് പറയുന്ന ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. തീർച്ചയായിട്ടും അത് മറികടന്നു പോവേണ്ടത് നമുക്ക് വളരെ അന്വേഷണീയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒത്തിരി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സാഗർ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഒപ്പം ADHD എന്ന് ഈ ഒരു പുതിയ കാലത്തിൽ നമുക്ക് ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക അസ്വാസ്ഥ്യത്തെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ സാറ് പ്രേക്ഷകരോട് സംവദിക്കുകയുണ്ടായി. അതിന് സാമൂഹ്യ പാഠത്തിൻ്റെയും ദൂരദർശൻ്റെയും പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും സാറിനോട് അറിയിക്കുകയാണ്. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.